ബിസ്മില്ലാ അൽഹംദുലില്ലാ. ഖുർആൻ പാരായണത്തിൻ്റെ ശ്രേഷ്ഠത. ഖുർആൻ പാരായണം ചെയ്യൽ വിശ്വാസികളുടെ സ്വഭാവമാണ്. അള്ളാഹു വിശുദ്ധ ഖുർആനിലെ 35-ാമത്തെ അധ്യായത്തിൽ 29-ാം വചനത്തിൽ പറയുന്നു, തീർച്ചയായും അള്ളാഹുവിൻ്റെ ഗ്രന്ഥം പാരായണം ചെയ്യുക എന്ന്. തങ്ങളുടെ ശബ്ദം കൊണ്ട് ഖുർആനെ മനോഹരമാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനെ ഉണർത്തിയിരുന്നു. ഖുർആൻ പാരായണം ചെയ്യുന്നത് ശ്രദ്ധിച്ച് കേൾക്കുന്നതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഷ്ടപ്പെട്ടിരുന്നു. രാത്രി നമസ്കാരങ്ങളിൽ ദീർഘനേരം ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിക്കാറുണ്ടായിരുന്നു. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉബൈർ റളിയല്ലാഹുവിനോട് പറഞ്ഞു, നീ എനിക്ക് ഖുർആൻ പാരായണം ചെയ്തു തരുവാൻ നാഥൻ്റെ കൽപ്പനയുണ്ട്. ഉബൈർ റളിയല്ലാഹു ചോദിച്ചു, നാഥൻ എൻ്റെ പേരെടുത്തു പറഞ്ഞു? അതെ, നാഥൻ ഉബൈൻ്റെ പേരെടുത്തു പറഞ്ഞിരിക്കുന്നു. പ്രവാചകൻ മറുപടി പറഞ്ഞു. സന്തോഷത്താൽ ഉബൈർ റളിയല്ലാഹുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഖുർആൻ പാരായണം ചെയ്യുന്നവർക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലത്തെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു. ഖുർആനിൽ നിന്നും ആരെങ്കിലും ഒരക്ഷരം പാരായണം ചെയ്താൽ അവന് 10 നന്മയുടെ പ്രതിഫലം ലഭിക്കും. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, അലിഫ് ലാം മീം എന്നത് ഒരൊറ്റ അക്ഷരമല്ല. അലിഫ് എന്നത് ഒരക്ഷരവും, ലാം എന്നത് മറ്റൊരക്ഷരവും, മീം എന്നത് മറ്റൊരക്ഷരവുമാണ്. പ്രതിഫലത്തിൻ്റെ അളവ് വർദ്ധിക്കുന്നതാണ് ഇതിലൂടെ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഖുർആൻ പാരായണം ചെയ്യുന്നവർക്ക് വേണ്ടി ഖുർആൻ പരലോകത്ത് ശുപാർശ നടത്തും. സ്വർഗത്തിൽ അവർക്ക് ഉന്നത സ്ഥാനങ്ങൾ ലഭിക്കും. പ്രയാസപ്പെട്ട് ഖുർആൻ പാരായണം ചെയ്യുന്നവർക്ക് ഇരട്ടി പ്രതിഫലം ലഭിക്കും. എന്നിങ്ങനെ ഖുർആൻ പാരായണത്തിന് ഒരുപാട് ശ്രേഷ്ഠതകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖുർആൻ പാരായണം ചെയ്യാതെ നിങ്ങൾ നിങ്ങളുടെ വീടുകൾ ശ്മശാനങ്ങളാക്കി മാറ്റരുത് എന്ന്. തീർച്ചയായും ഖുർആൻ പാരായണം ചെയ്യുന്ന വീട്ടിൽ നിന്ന് പിശാച് ഓടി അകലുന്നതാണ്. ഖുർആൻ പാരായണം ചെയ്യുന്നവരെ പ്രവാചകൻ ഉപമിച്ചത് ഇങ്ങനെയാണ്. ഖുർആൻ പാരായണം ചെയ്യുന്നവരുടെ ഉപമ മാതള നാരങ്ങ പോലെയാകുന്നു. അതിൻ്റെ രുചിയും മണവും നല്ലതാണ്. ഖുർആൻ പാരായണം ചെയ്യാത്തവൻ ഈന്തപ്പഴം പോലെയാണ്. അതിൻ്റെ രുചി നല്ലതാണ്, പക്ഷെ സുഗന്ധമില്ല. ഖുർആൻ പാരായണം ചെയ്യുന്ന ദുർമാർഗി തുളസിച്ചെടി പോലെയാണ്. അതിൻ്റെ സുഗന്ധമുണ്ട്, രുചി കയ്പാണ് താനും. ഖുർആൻ തീരെ പാരായണം ചെയ്യാത്തവൻ ആട്ടങ്ങ പോലെയാണ്. അതിൻ്റെ രുചി കയ്പാണ്, ഗന്ധവുമില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.